ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ്.സി. മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പട്ടികജാതി വിദ്യാർത്ഥികളുടെ മുഴുവൻ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, പട്ടികജാതി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുക, സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുക, ഭൂരഹിതരും ഭവനരഹിതരുമായ മുഴുവൻ പേർക്കും ഭൂമിയും വീടും നൽകുക, കേന്ദ്ര സർക്കാർ ഫണ്ടും പദ്ധതികളും വകമാറ്റി ചെലവഴിക്കുന്നത് അവസാനിപ്പിക്കുക, ഭൂമി, വീട്, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ അടങ്ങുന്ന വികസന പാക്കേജ് പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 18 കാലത്ത് 11 മണിക്ക് എസ്.സി. മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും പരിപാടിയുടെ ഉദ്ഘാടനം എസ്.സി. മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജുമോൻ വട്ടേക്കാട് നിർവഹിക്കുമെന്നും ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാൽ അറിയിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിതരണം ചെയ്തിട്ടില്ല. നിരവധി പട്ടികജാതി കുടുംബത്തിൽപ്പെട്ടുള്ള നിരാലംബരായുള്ള ആളുകൾ സ്വന്തമായിട്ടും ഭൂമിയും വീടും കൊടുക്കാനുള്ള ഒരു സമീപനവും ഇവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇന്നും നിരവധി കോളനികളുണ്ട്. ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ധാരാളം. പട്ടികജാതി കോളനികൾക്ക് ആ പേര് മാറ്റി എന്നുള്ളതല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ജീവിത നിലവാരം ഉയരാൻ താമസത്തിനും ഭക്ഷണത്തിനും ജോലിക്കും ഉള്ള സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അഭ്യസ്തവിദ്യരായുള്ള നിരവധി പട്ടികജാതി യുവതി യുവാക്കൾ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷം പിൻവാതിൽ നിയമനത്തിലൂടെ അവരുടെ പാർട്ടിക്കാരെ തിരികെ കയറ്റുകയും അർഹരായുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തടയുകയും ചെയ്തു. അടൽജി സ്മാരക മന്ദിരത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ എസ്.സി. മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എ. ചന്ദ്രൻ, എസ്.സി. മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ. കുഞ്ഞൻ, പി. രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പട്ടികജാതി വിഭാഗത്തിനെ പരിപൂർണമായി അപമാനിക്കുന്ന സമീപനവും കൂടി പിണറായി സർക്കാർ ചെയ്യുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിലേക്കും അതേപോലെ തന്നെ വിവിധ താലൂക്ക് ഓഫീസുകളിലേക്കും പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ചാണ്. നാളെ നടക്കുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷാജുമോൻ വട്ടേക്കാടാണ്.